സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ഡ്രീം ബിഗ് ഫിലിംസ്, പറവ എന്നീ കമ്പനികളിലാണ് പരിശോധന നടത്തിയത്. കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ആദായനികുതി വകുപ്പിന് സംശയമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം സംബന്ധിച്ചാണ് സംശയം ഉയരുന്നത്. സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ സൗബിൻ ഷാഹിറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ശ്രീകാന്താണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, അപ്പോൾ എന്തോ ചില ഇടപാടുകൾ അല്ലെങ്കിൽ നേരായ വഴിക്കല്ലാത്ത ചില കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന് സ്ഥിരീകരിക്കുകയാണോ ആദായനികുതി വകുപ്പ്? കൂടുതൽ പരിശോധന വേണ്ടിവരും എന്നാണോ കരുതേണ്ടത്? ഇന്നലെ നടന്ന ആദായനികുതി വകുപ്പിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടന്നു എന്ന വാർത്ത ആദ്യം പുറത്തുവിടുന്നത് നമ്മളാണ്. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെ ആദായനികുതി വകുപ്പ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. സൗബിൻ ഷാഹിറുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്. അതായത് നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നു ആദായനികുതി വകുപ്പ്. അക്കാര്യത്തിൽ ഇനി ഒരു സംശയം വേണ്ട. രണ്ട്, മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. സൗബിൻ ഷാഹിറിനെ എന്തായാലും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദായനികുതി വകുപ്പ്. ഈ അന്വേഷണം അവസാനിച്ചിട്ടില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. വിജയകുമാർ, ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് 148 കോടിയിലേറെ രൂപയുടെ വരുമാനം ഈ സിനിമയ്ക്കുണ്ടായി എന്നാണ് ഈ ആദായനികുതി വകുപ്പ് പറയുന്നത്. എന്നാൽ 44 കോടി രൂപ ആദായനികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല എന്നുള്ളതും ചൂണ്ടിക്കാണിക്കുന്നു. 32 കോടി രൂപ ചെലവ് കാണിച്ചിട്ടുണ്ട്. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായനികുതി വകുപ്പ് എത്തിച്ചേർന്നത്. നേരത്തെ തന്നെ വിവിധ സിനിമാ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആക്ഷേപം ഉയരുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഇതിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അതായത് സിനിമയിൽ ലാഭം കിട്ടി എന്ന് ചൂണ്ടിക്കാണിച്ച് പെരുപ്പിച്ച് കണക്ക് കാണിക്കുന്നു. ഇത് കള്ളപ്പണം വെളുപ്പിക്കലിന് വേണ്ടിയാണോ എന്നതാണ് അവരുടെ സംശയം. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിട്ടുണ്ട്. പൃഥ്വിരാജ് സിനിമയുമായി ബന്ധപ്പെട്ട് ലിസ്റ്റൻ സ്റ്റീഫന്റേതടക്കമുള്ള സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുകയും അവർക്കെതിരെയും ഇഡിയുടെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് ആദായനികുതി വകുപ്പിന്റെ ഏറ്റവും സുപ്രധാനമായ നീക്കം ഇപ്പോൾ നടന്നിട്ടുള്ളത്. അവർ പ്രാഥമികമായി നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് അവർക്ക് സംശയമുണ്ട്. അത് കണക്കുകൾ സഹിതമാണ് അവർ പറയുന്നത്. വിജയകുമാർ, അത് ഇപ്രകാരമാണ്. സിനിമാ മേഖലയൊക്കെയാണ്, അതൊരു വലിയ വ്യവസായമാണ്. അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് അത് തകർന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും ഈ കള്ളപ്പണ ഇടപാടൊന്നും നികുതി വെട്ടിപ്പൊന്നും തന്നെ വാർത്തയാക്കാതിരിക്കാനോ ചർച്ച ചെയ്യാതിരിക്കാനോ സാധിക്കില്ല. ഇത് രാവിലെ നമ്മളാണ് ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അത് ആദായനികുതി വകുപ്പുമായി സംശയിക്കുന്നത്. അതോ 148 കോടിയുടെ വരുമാനത്തിൽ 44 കോടി രൂപ അടയ്ക്കേണ്ടത് ചെലവ് കൂട്ടിക്കാണ് അടച്ചില്ല എന്ന നികുതി വെട്ടിപ്പ് ആരോപണമാണോ ഇപ്പോൾ ഏജൻസികൾ സംശയിക്കുന്നത്? ശ്രീകാന്ത്, പ്രാഥമികമായി നികുതി വെട്ടിപ്പ് ആരോപണമാണ് അവർ സംശയിക്കുന്നത്. അതായത് 148 കോടിയിലേറെ രൂപ ആ സിനിമ വരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ 44 കോടി രൂപ ആദായ നികുതി ഇനത്തിൽ നൽകേണ്ടിയിരുന്നത് അടച്ചിട്ടില്ല. 32 കോടി രൂപ ഇതിൽ ചെലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണ് എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടായി ഇപ്പോൾ പുറത്തു വരുന്നത്. പണം വന്ന സോഴ്സ് അടക്കം പരിശോധിക്കേണ്ടി വരും എന്ന് ആദായനികുതി വകുപ്പ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സോഴ്സ് അന്വേഷിക്കേണ്ടി വരുന്നതും അതിനെക്കുറിച്ച് വിശദമായ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടിയാണ്. നേരത്തെ സൗബിൻ ഷാഹിറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയും അന്വേഷണവും ഒക്കെ നടത്തുന്നുണ്ട്. അത് ഈ ഇഡി ഇപ്പോൾ ഇൻകം ടാക്സിന്റെ കണ്ടെത്തലിന് പിന്നാലെ കൂടുതൽ വിവരശേഖരണം അന്വേഷണം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഇപ്പോൾ നടന്നിട്ടുള്ളത് നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരങ്ങളാണ്. ഇന്നലെ കുറേ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. അതെല്ലാം തന്നെ ഇനി പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം എത്ര കോടിയുടെ വെട്ടിപ്പാണെന്ന് കൃത്യമായി എസ്റ്റിമേറ്റ് എടുക്കണം. അതിനുശേഷം അത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇഡിക്ക് കൈമാറണം. ഇഡി അതിന്മേൽ അന്വേഷണം നടത്തണം. അങ്ങനെ വിപുലമായ അന്വേഷണം ഈ പറവ ഫിലിംസ് അടക്കമുള്ള സിനിമാ നിർമ്മാണ കമ്പനികളിലേക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഓക്കെ, ശ്രീകാന്താണ് അതിൻ്റെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ടാക്സ് റിട്ടേൺ അടച്ചിട്ടില്ല എന്നാണ് IT പറയുന്നത്, ഇൻകം ടാക്സ് പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പരിശോധനയാണ്.